കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ നമ്പർ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. കൂടാതെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ പല ഭർത്താക്കന്മാരുടെയും പരാതിയാണ് തങ്ങൾക്ക് എതിരെ ഓരോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അതായത് തെളിവുകളൊന്നുമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമുക്ക് എതിരെ കേസുകൾ വരുന്നത്. അതിനെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നടപടികളൊന്നും കാണുന്നില്ല എന്ന് ഭർത്താക്കന്മാർ പരാതിപ്പെടാറുണ്ട്. കാരണം പലപ്പോഴും 498 IPC പ്രകാരമുള്ള കേസുകളൊക്കെ വരുമ്പോൾ ശാരീരികമായ പീഡനം നടന്നു എന്ന് കാണിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളോ മെഡിക്കൽ റെക്കോർഡുകളോ അല്ലെങ്കിൽ ഡൗറി ചോദിച്ചു എന്ന് തെളിയിക്കുന്നതിൻ്റെ റെക്കോർഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ കോമൺ ഇൻറ്റൻഷൻ എന്ന് പേര് പറഞ്ഞുകൊണ്ട് RW 34 പ്രകാരം 406 പ്രകാരമായിരിക്കും ഭർത്താവിനെയും ഭർത്താവിൻ്റെ ക്ലോസ് റിലേറ്റീവ്സിനെയും അകന്ന റിലേറ്റീവ്സിനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേസുകൾ വരാറുള്ളത്. ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം കോടതി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കുറച്ച് പോയിന്റുകളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കോടതി പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്? ഈ വർദ്ധിച്ചു വരുന്ന വ്യാജ പരാതികളുടെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞ പോയിന്റ് ഇതാണ്: കോർട്ട് മസ്റ്റ് സ്ക്രൂട്ടിനൈസ് വൈഫ്സ് FIR ടു ഡിറ്റർമൈൻ ഇഫ് അലിഗേഷൻസ് ആർ കേസ് ഓഫ് ക്ലെവർ ഡ്രാഫ്റ്റിംഗ് ഓർ ഹാവ് സം എലമെൻറ്റ്സ് ഓഫ് ട്രൂത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭാര്യ ഇതുപോലെ ഫയൽ ചെയ്യുന്ന FIR ഒക്കെ ഫയൽ ചെയ്യുമ്പോൾ FIRൽ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് എന്ന് പറയുന്നത് നിയമം അറിയാവുന്ന ഒരാളുടെയോ ഒരു കൂട്ടം ആളുകളുടെയോ സഹായത്താൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ലെവർ ഡ്രാഫ്റ്റിംഗ് ആണോ, കൃത്രിമമായിട്ടുള്ള സാമർഥ്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റാണോ, അല്ലെങ്കിൽ ആ ഡ്രാഫ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്ന് പ്രഥമ ദൃഷ്ട്യാ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് വുഡ് ഡിഫീറ്റ് ദി എൻഡ്സ് ഓഫ് ജസ്റ്റിസ് ഇഫ് ഓൺലി ഓൺ സച്ച് അവർമെൻറ്റ്സ് ദ ഫാമിലി മെമ്പേഴ്സ് വേർ ടു ഫേസ് ദി ആഗണി ഓഫ് ട്രയൽ എന്നാണ് പറയുന്നത്. പലപ്പോഴും കോടതി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റായ കേസുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഈ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയായി തെളിവുകളൊന്നും സമർപ്പിക്കാതെ കൊടുത്തിട്ടുള്ള ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ട്രയൽ ചെയ്യാനായിട്ട് പോകുന്നത് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ദ FIR ആൻഡ് ഈവൺ ദി കോൺസിക്വൻഷ്യൽ ചാർജ് ഷീറ്റ് ആർ ബേസ്ഡ് ഓൺലി ഓൺ ദ അവർമെൻറ്റ് മെയ്ഡ് ബൈ ദി വൈഫ് and barring her statement or complaint there is no other material placed on record against husband. അതായത് പലപ്പോഴും ഈ പറയുന്ന FIRO അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന ചാർജ് ഷീറ്റോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാര്യ മാത്രം പറയുന്ന കള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയും ഭാര്യയുടെ മാത്രമല്ല പറയുക, ഭാര്യയുടെ കൂടെയുള്ള ചില ബന്ധുക്കളുണ്ട് അവരും പറയുന്ന ഈ കള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടാണോ ഈ FIRും അതുപോലെ തന്നെ ചാർജ് ഷീറ്റും നിർമ്മിച്ചിട്ടുള്ളത് എങ്കിൽ അത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസോ അല്ലെങ്കിൽ ഓംനിബസ് എവിഡൻസോ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അല്ലാതെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഈ പറയുന്ന എവിഡൻസുകൾ ഒന്നുമില്ലാതെ വരുന്ന കേസുകളാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുകയും ഭാര്യയ്ക്കും ഭാര്യയുടെ വേണ്ടിയിട്ട് കള്ളസാക്ഷി പറയുന്ന മറ്റു ബന്ധുക്കൾക്കുമെതിരെയും തക്കതായ ശിക്ഷാ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ഫേവറായിട്ടുള്ള കുറേ കണ്ടീഷൻസ് വരുന്നുണ്ട്. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.